അൻവർ വളരെ തുറന്ന് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ആ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വസ്തുത തുടങ്ങിയവ ഡിബേറ്റബിൾ ആണ് എങ്കിൽ പോലും ഒരു പരസ്പരം ഒരു ധാരണ ഇത്രയൊക്കെ പറയൂ, ഇതിനപ്പുറം പോവില്ല, അങ്ങനെ ഉണ്ടോ? ഇല്ല അഭിലാഷേ, അങ്ങനെയൊന്നില്ല. കാരണം വെച്ചാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴല്ലേ, അൻവർ പറഞ്ഞപ്പോഴല്ലോ. ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടിട്ട് 16 മാസങ്ങളായി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴല്ലേ പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാവരും പറഞ്ഞത്, എന്തിന് പാർട്ടി കമ്മിറ്റി അംഗങ്ങൾ പോലും അറിഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷത്തിനോ കോൺഗ്രസിനോ UDF-നോ CPM-ഉമായിട്ട് യാതൊരു രഹസ്യധാരണകളുമില്ല, പരസ്യധാരണകളുമില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ സംസ്ഥാനം കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഞങ്ങൾ എന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിലൊരു മാറ്റവുമില്ല. പിന്നെ അൻവർ പറഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും കുറച്ച് കാര്യം അന്വേഷിച്ചാൽ മതി എന്നല്ലല്ലോ പറഞ്ഞ്. അദ്ദേഹം പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കണം എന്ന് ആർജവത്തോടെയാണ് പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞത്. ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് പറയുന്ന ഓരോ ആരോപണങ്ങളും, അതിൽ ഈ RSS-ഉമായിട്ട് സന്ധി ചെയ്യുന്ന CPM-ന്റെ സംസ്ഥാന ഭരണവും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഇത്തരത്തിലുള്ള നടപടികളും, ഈ ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അടക്കമുള്ള, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തോടും ഒത്തയാശയോടും കൂടി കൊള്ളയടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ UDF-ഉം കോൺഗ്രസും അതിശക്തമായിട്ട് പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർത്തിയ ആവശ്യങ്ങളാണ്. അത് അൻവർ പറയുമ്പോൾ അതിന് കുറെ കൂടി മാനം കൈവരുന്നതിന് ഒരു കാരണം അദ്ദേഹം പിണറായി വിജയനെ പിന്താങ്ങുന്ന MLA ആണ്. മറ്റ് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല, ആ സൂര്യൻ കെട്ടുപോയി, എൻ്റെ പിതാവിനെ പോലെ ഞാൻ കണ്ടിരുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം എന്നെ ചതിച്ചു, വഞ്ചിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോൾ മറ്റാര് പറയുന്നതിനേക്കാളും ഒരു രാഷ്ട്രീയ മാനം അതിന് കൈവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അൻവർ കേരളത്തിലെ ADGP-യെ കുറിച്ചിട്ടും അതുപോലെ P ശശി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ശേഷം 21ാമത്തെ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് അഭിപ്രായം പറയുന്നത്. ആ 21 ദിവസവും കേരളത്തിലെ CPM-ന്റെ ഔദ്യോഗിക പാർട്ടി പ്രതിനിധികൾക്ക് ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് അഭിപ്രായം പറയാൻ പറ്റിയില്ല. അഭിലാഷ് ഒന്ന് പൂർത്തിയാക്കട്ടെ. ഈ മുഖ്യമന്ത്രി 21ാം ദിവസം വന്ന് പ്രസ് മീറ്റ് നടത്തിയതിന് ശേഷം CPM-ന്റെ സഖാക്കന്മാരല്ല ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പിന്തുണച്ചത് ഹിന്ദു ഐക്യവാദിയുടെ നേതാവായിട്ടുള്ള TV ബാബു ആണ്. അത് TV ബാബുവിന്റെ പ്രസ്താവന പിറ്റേ ദിവസം അവരുടെ പത്രം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇവിടെയാണ് RV ബാബു, ഈ RV ബാബുവിന്റെ പ്രസ്താവന പിറ്റേ ദിവസം അവരുടെ പത്രത്തിൽ ഉൾപ്പെടെ പ്രസ്താവിക്കുന്ന കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശബ്ദിക്കുന്നതെന്ന് നമുക്ക് കാര്യം വ്യക്തമാകുമല്ലോ. ഇവിടെ അൻവർ പറയുന്നതിനേക്കാൾ അപ്പുറം കേരളത്തിലെ സാധാരണ സഖാക്കന്മാർ, സാധാരണ മനുഷ്യന്മാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ഓരോ സംഭവങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ എത്രയോ വട്ടം നമ്മൾ കണ്ടു. ശരി, അതാണ് കോൺഗ്രസിന്റെ ചാർജ്.